ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫോക്കസിനെ പറ്റിയാണ്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഫോക്കസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ ചെയ്യുന്നതെന്ന്. ഫോക്കസ് ചെയ്യാന്ന് വെച്ചാൽ നമ്മളൊരു ഇമേജ് മാക്സിമം ഷാർപ്പാക്കാൻ ശ്രമിക്കുകയാണ്, അതാണ് ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഏതൊരു ഫോട്ടോയിൽ ഒരു പ്ലെയിൻ ഓഫ് ഫോക്കസ് ഉണ്ടാവും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഈ ഫ്രെയിമിൽ ഒരു വിൻഡോ ഉണ്ട്, അല്ലെങ്കിൽ ഒരു കോറിഡോർ ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഒരു ഇൻവിസിബിൾ കോറിഡോർ, 1 മീറ്ററാണ് ആ കോറിഡോറിൻ്റെ നീളം. അപ്പോൾ ആ 1 മീറ്ററിൽ ഫോക്കസ് ഉണ്ടാവും. അതാണ് ആ ഫോട്ടോയിൻ്റെ പ്ലെയിൻ ഓഫ് ഫോക്കസ്. അപ്പോൾ ആ കോറിഡോറിൻ്റെ നീളം കൂട്ടണമെങ്കിൽ നമ്മൾ അപ്പേർച്ചർ കൂട്ടിയിട്ട് ഡെപ്ത് ഓഫ് ഫീൽഡ് കൂട്ടണം. കോറിഡോറിൻ്റെ നീളം കുറയ്ക്കണമെങ്കിൽ അപ്പേർച്ചർ കുറച്ചിട്ട് തുള വലുതാക്കിയിട്ട് ഷാലോ ഡെപ്ത് ഓഫ് ഫീൽഡ് ആക്കണം. ഇപ്പോൾ ഫോക്കസ് ചെയ്യൽ എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കോറിഡോർ ഏത് ഡിസ്റ്റൻസിൽ വരണം എന്ന് തീരുമാനിക്കുന്നതാണ് ഫോക്കസ്. അതായത് നമ്മുടെ ക്യാമറയിൽ നിന്നും 5 മീറ്റർ കഴിഞ്ഞിട്ടാണോ ഈ കോറിഡോർ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ 10 മീറ്റർ കഴിഞ്ഞിട്ടാണോ ഈ കോറിഡോർ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടാണ്. നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ ലെൻസിൻ്റെ അകത്തുള്ള ഗ്ലാസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് ഫോക്കസ് ചെയ്യുന്ന ഡിസ്റ്റൻസ് മാറുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു ക്യാനൺ ക്യാമറയാണ്. ക്യാനൺ ക്യാമറയിൽ ഫോക്കസ് ചെയ്യാൻ നമ്മൾ ഈ റിങ് തിരിച്ചിട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇതൊരു നിക്കോൺ പ്രൈം ലെൻസാണ്. ഇതിലാകെ ഒരു റിങ് മാത്രമേ ഉണ്ടാവുള്ളൂ, അത് ഫോക്കസ് റിങ് ആണ്. ഫോക്കസ് ചെയ്യുന്നത് ഈ റിങ് തിരിച്ചിട്ടാണ്. അപ്പോൾ 2 ടൈപ്പ് ഫോക്കസ് മോഡ് ഉണ്ട്, ഓട്ടോ ഫോക്കസും മാനുവൽ ഫോക്കസും. ഓട്ടോ ഫോക്കസ് എന്ന് വെച്ചാൽ ക്യാമറ തന്നെ ഫോക്കസ് ചെയ്യുക. മാനുവൽ ഫോക്കസ് എന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ റിങ് തിരിച്ച് ഫോക്കസ് ചെയ്യണം. ഇതിലേതാണ് നല്ലതെന്ന് ചോദിച്ചാൽ ഓട്ടോ ഫോക്കസാണ് നല്ലത്. കാരണം സ്പീഡ് ഏറ്റവും പെട്ടെന്ന് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഓട്ടോ ഫോക്കസ് തന്നെയാണ്. മാനുവൽ ഫോക്കസ് നമുക്ക് അത്ര സ്പീഡ് ചെയ്യാൻ പറ്റില്ല. ഇനി ഓട്ടോ ഫോക്കസിൻ്റെ ക്വാളിറ്റി ഓരോ ക്യാമറയ്ക്ക് അനുസരിച്ചിരിക്കും. നല്ല വില കൂടിയ ക്യാമറ ആണെങ്കിൽ നല്ല അടിപൊളി ഓട്ടോ ഫോക്കസ് ആയിരിക്കും. നല്ല ഓടുന്ന ആളാണെങ്കിലും സ്പീഡ് പോകുന്ന ആളാണെങ്കിലും ഒക്കെ ക്യാമറ തന്നെ പെട്ടെന്ന് മാറി മാറി ഫോക്കസ് ചെയ്യും. അത് നമുക്ക് മാനുവലായിട്ട് അത്ര സ്പീഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മാക്സിമം സമയത്ത് ഓട്ടോ ഫോക്കസ് യൂസ് ചെയ്യുക. ചില സമയത്ത് ഓട്ടോ ഫോക്കസ് വർക്ക് ചെയ്യാത്ത സമയമുണ്ടാവും. അതായത് ക്യാമറക്ക് മനസ്സിലാവില്ല ഏത് ഭാഗമാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന്. ഇപ്പോൾ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു വെള്ള ഡ്രസ്സ് ഇട്ടിട്ട് വെള്ള ബാക്ക്ഗ്രൗണ്ടിൻ്റെ മുമ്പിൽ നിൽക്കുകയാണെങ്കിൽ ക്യാമറക്ക് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാവാൻ സാധ്യത കുറവ്. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് മാനുവൽ ഫോക്കസിൽ ഇടേണ്ടി വരും. അപ്പോൾ മാനുവൽ ഫോക്കസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞിരിക്കുക. പക്ഷേ ഫുൾ ടൈം മാക്സിമം സമയത്തും ഓട്ടോ ഫോക്കസ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ. അത് നമുക്ക് ആ ഒരു മൊമെൻറ്റ് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യണം. ചിലപ്പോൾ ഒരു അമ്മ ഒരു കുട്ടിക്ക് വെള്ളം കൊടുക്കുകയായിരിക്കും. അപ്പോൾ ആ ഒരു മൊമെൻറ്റ് നമ്മൾ പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി മാനുവൽ ഫോക്കസിലേക്ക് ഇട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ആ സംഭവം കഴിഞ്ഞു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് മാക്സിമം സമയത്തും ഓട്ടോ ഫോക്കസിൽ ഇടുക. ഫോട്ടോ ഫോക്കസ് ആവാൻ പ്രശ്നം ഉണ്ടാവുമെന്ന് തോന്നുന്ന സമയങ്ങളിൽ മാത്രം മാനുവൽ ഫോക്കസിലേക്ക് ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഓട്ടോ ഫോക്കസ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ക്യാമറയിൽ ഒരു മോട്ടർ ഉണ്ട്. ആ മോട്ടർ തിരിച്ചിട്ടാണ് ക്യാമറ ലെൻസിൻ്റെ ഫോക്കസ് മാറ്റുന്നത്. അപ്പോൾ അത് നിങ്ങൾ ലെൻസൊക്കെ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം പഴയ മോഡൽ ക്യാമറകളിൽ ചിലപ്പോൾ മോട്ടർ ഉണ്ടാവില്ല. അങ്ങനെയുള്ള ക്യാമറകൾ ഓട്ടോ ഫോക്കസ് വേണമെന്നുണ്ടെങ്കിൽ ലെൻസിൻ്റെ അകത്ത് മോട്ടർ വേണം. അപ്പോൾ ആ ടൈപ്പിൽ നിങ്ങളുടെ പഴയ ടൈപ്പ് ക്യാമറ ആണെങ്കിൽ ലെൻസ് മേടിക്കുമ്പോൾ മോട്ടറുള്ള ടൈപ്പ് ലെൻസ് മേടിച്ചാൽ മാത്രമേ ഓട്ടോ ഫോക്കസ് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഓക്കെ, നിക്കോൺ ക്യാമറ ആണെങ്കിൽ ലെൻസിൻ്റെ മുകളിൽ AFS എന്നെങ്കിൽ അല്ലെങ്കിൽ AFP എന്ന് എഴുതിയിട്ടുണ്ടാവും. AFS എന്ന് വെച്ചാൽ ഓട്ടോ ഫോക്കസ് സൈലൻറ്റ് വേവ് മോട്ടർ എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ഉള്ളത് AFP എന്ന് വെച്ചാൽ ഓട്ടോ ഫോക്കസ് പൾസ് മോട്ടർ എന്നാണ് അർത്ഥം. അപ്പോൾ ഇത് രണ്ടിൻ്റെ അകത്ത് ലെൻസിൻ്റെ അകത്ത് മോട്ടറുള്ള ടൈപ്പാണ്. അപ്പോൾ നോക്കുമ്പോൾ നിങ്ങളുടെ ബോഡിയിൽ മോട്ടർ ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ടൈപ്പ് ലെൻസ് മേടിക്കുക. ക്യാനൺ ക്യാമറകൾക്കാണെങ്കിൽ ഈ പ്രശ്നം വരുന്നില്ല. കാരണം ക്യാനണിൽ ഒരു ബോഡിയിലും മോട്ടർ ഇല്ല. കാരണം ക്യാനൻ്റെ മൗണ്ട് വ്യത്യാസമുണ്ട്. ക്യാനൻ്റെ മൗണ്ട് ഇലക്ട്രോണിക്കലിയാണ് നമ്മുടെ ലെൻസിനെ കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ ലെൻസിൽ എല്ലാ EOS മോഡൽ എല്ലാ ലെൻസുകളിലും മോട്ടർ ഉണ്ട്. മോട്ടർ ഇല്ലാത്ത ലെൻസുകൾ മോഡലുണ്ട്. അത് നിങ്ങൾ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ ക്യാനൻ്റെ ലെൻസുകളിലൊക്കെ നിങ്ങൾ EF എന്ന് കണ്ടിട്ടുണ്ടാവും. ഇലക്ട്രോ ഫോക്കസ് എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം ഇലക്ട്രോണിക്കലിയാണ് ഫോക്കസ് കൺട്രോൾ ചെയ്യുന്നത് ലെൻസിൻ്റെ. അത് മോട്ടർ എപ്പോഴും ലെൻസിൻ്റെ അകത്ത് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ 2 ടൈപ്പ് ഫോക്കസുകളാണുള്ളത്. 2 ടൈപ്പ് ഓട്ടോ ഫോക്കസുകളാണുള്ളത്. ഒന്ന് കണ്ടിന്യൂസ് സെർവോ, ഒന്ന് സിംഗിൾ സെർവോ. ഇതിൽ കണ്ടിന്യൂസ് സെർവോ എന്ന് വെച്ചാൽ നമ്മൾ മൂവ്മെൻ്റ് ഉള്ള ഒരു സബ്ജക്റ്റിനെ ഫോട്ടോ എടുക്കുമ്പോൾ കണ്ടിന്യൂസ് സെർവോയിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫോക്കസ് ചെയ്ത്, അതായത് ഹാഫ് ബട്ടണിൽ പ്രസ് ചെയ്ത് പിടിച്ചിരിക്കുന്ന സമയത്ത് മൂവ്മെൻറ്റ് ഉണ്ടായാൽ, അതായത് സബ്ജക്റ്റിൽ മൂവ്മെൻറ്റ് ഉണ്ടായാൽ ക്യാമറ തന്നെ മാറ്റി ഫോക്കസ് ചെയ്യും. അതേസമയം സിംഗിൾ സെർവോ മോഡിൽ ഇട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഹാഫ് ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് ഫോക്കസ് ആയി കഴിഞ്ഞാൽ പിന്നെ ക്യാമറ അത് ചേഞ്ച് ചെയ്യില്ല, മുമ്പുള്ള സബ്ജക്റ്റ് മാറിയാലും. ഓക്കെ, അപ്പോൾ ഈ കണ്ടിന്യൂസ് സെർവോ മോഡിൽ തന്നെ ക്യാനൺ ക്യാമറ ആണെങ്കിൽ AI സെർവോ എന്ന് പറയും, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സെർവോ എന്ന് പറയും. നിക്കോൺ ക്യാമറ ആണെങ്കിൽ AFC എന്ന് പറയും, ഓട്ടോ ഫോക്കസ് കണ്ടിന്യൂസ് മോഡ് എന്ന് പറയും. അതേസമയം സിംഗിൾ സെർവോ മോഡിൽ ഇടുകയാണെങ്കിൽ ക്യാനൺ ക്യാമറയിൽ 1 ഷോട്ട് എന്നും പറയും. നിക്കോൺ ക്യാമറയിലാണെങ്കിൽ ഓട്ടോ ഫോക്കസ് സിംഗിൾ എന്നും പറയും, അതായത് AFS എന്നും പറയും. ഇത് നിങ്ങൾക്ക് ക്യാമറയിൽ നോക്കിയാൽ ഇങ്ങനെ കാണാം. മൂന്നാമതൊരു മോഡ് കൂടിയുണ്ട്, ഓട്ടോ സെർവോ ഓട്ടോ ഫോക്കസ് എന്ന് പറയും. അത് ക്യാമറ തന്നെ തീരുമാനിക്കും AFSലിടണോ AFCയിലിടണോ എന്ന് ക്യാമറ തന്നെയാണ് തീരുമാനിക്കുന്നത്.
അത് ഇടണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ മൂവ്മെൻറ്റുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ AFC ഇടുക, അല്ലെങ്കിൽ AI സെർവോയിൽ ഇടുക ക്യാനൺ ആണെങ്കിൽ. അതേപോലെ തന്നെ സ്റ്റഡിയായി നിൽക്കുന്ന ഒരു സബ്ജക്റ്റിനെയാണ് ഫോട്ടോ എടുക്കുന്നതെങ്കിൽ AFS നിക്കോണിൽ ഇടുക. അതേസമയം ക്യാനൺ ആണെങ്കിൽ 1 ഷോട്ടിൽ ഇടുക. ഈ കാണുന്നതൊരു ക്യാനൺ ക്യാമറയാണ്. ഇതിൽ ഓട്ടോ ഫോക്കസിന് ഇതാണ് ബട്ടൺ. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ചേഞ്ച് ചെയ്യാം. 1 ഷോട്ട് എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ ഒരു തവണ നമ്മൾ ഫോക്കസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ക്യാമറ ചേഞ്ച് ചെയ്യില്ല. AI സെർവോ എന്ന് വെച്ചാൽ നമ്മൾ ഫോക്കസ് ബട്ടൺ, അതായത് നമ്മുടെ ഷട്ടർ റിലീസ് ബട്ടൺ പകുതി പ്രസ് ചെയ്ത് വെച്ചിട്ട് ഇരിക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള സബ്ജക്റ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ ക്യാമറ അതിനനുസരിച്ച് ഫോക്കസ് ചേഞ്ച് ചെയ്യും. അതാണ് AI സെർവോ. AI ഫോക്കസ് എന്ന് വെച്ചാൽ ഇതിടണോ എന്ന് ക്യാമറ തന്നെ തീരുമാനിക്കുന്നതാണ് AI ഫോക്കസ് ബട്ടൺ. അപ്പോൾ നമ്മൾ ഇതിൽ അല്ലെങ്കിൽ ഇതിലിടുന്നതാണ് നല്ലത്. അപ്പോൾ ഓടുന്ന സാധനമാണെങ്കിൽ AI സെർവോയിലിടുക, സ്റ്റഡി ആയിട്ടുള്ള എന്തെങ്കിലും ആണെങ്കിൽ 1 ഷോട്ടിലിടുക. ഓക്കെ, ഇപ്പോൾ ഇതൊരു നിക്കോൺ ക്യാമറയാണ്, നിക്കോൺ DSLR ആണ്. ഇതിൽ ഓട്ടോ ഫോക്കസും മാനുവൽ മോഡിലും മാറ്റാനുള്ള ബട്ടൺ സൈഡിലാണ്. ഇത് AF എന്ന് വെച്ചാൽ ഓട്ടോ ഫോക്കസും, M എന്ന് വെച്ചാൽ മാനുവലും. ഇനി നമുക്ക് ഇതിൽ ഫോക്കസ് ടൈപ്പ് മാറ്റാൻ, ഓട്ടോ ഫോക്കസിലിട്ടിട്ട് ഫോക്കസ് ടൈപ്പ് മാറ്റാൻ ഈ ബട്ടൺ, ഇതൊരു ബട്ടൺ ഉണ്ട് ഇവിടെ തന്നെ, അതിന് മുകളിൽ തന്നെ ഈ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇവിടെ നോക്കും. ഇപ്പോൾ AFC ആണ് ഉള്ളത്. AFC എന്ന് വെച്ചാൽ ഓട്ടോ ഫോക്കസ് കണ്ടിന്യൂസ്. അതായത് ഇനി രണ്ടാമത് AFS ആണ്, ഞാൻ നേരത്തെ പറഞ്ഞ സിംഗിൾ ഷോട്ട്, ഓട്ടോ ഫോക്കസ് സിംഗിൾ. പിന്നെ ഉള്ളത് AFA ആണ്, എന്ന് വെച്ചാൽ ഫുൾ ഓട്ടോ ആണ് ഓട്ടോ ഫോക്കസ്. അത് ഈ AFSലിടണോ AFCയിലിടണോ എന്നുള്ളതൊക്കെ ക്യാമറ സ്വയം തീരുമാനിക്കും. പിന്നെ ഉള്ളത് ഓട്ടോ ഫോക്കസ് പോയിൻ്റ് സെലക്ട് ചെയ്യാനാണ്. അതിനും ഈ ബട്ടൺ പ്രസ് ചെയ്തിട്ട് സബ് കമാൻഡ് ഡയലായ ഈ ഫ്രണ്ടിലുള്ള ഡയൽ തിരിക്കുമ്പോൾ ചേഞ്ച് ചെയ്യും. അതായത് നിങ്ങളുടെ ക്യാമറയിൽ കണ്ടിട്ടുണ്ടാവും, ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ കുറേ പോയിൻറ്റ്സ് ക്യാമറയിൽ വരാറുണ്ട് ഫോക്കസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് ഓട്ടോ ഫോക്കസ് ഓട്ടോയിലിട്ട് കഴിഞ്ഞാൽ, ഈ ഫുൾ ഫോക്കസ് പോയിൻറ്റ്സ് ഓട്ടോയിലിട്ട് കഴിഞ്ഞാൽ ക്യാമറ മൊത്തം ഫ്രെയിമിലുള്ള ഏത് ഭാഗമാണ് വേണ്ടത് എന്നുള്ളത് അനലൈസ് ചെയ്യും. ഇനി സിംഗിൾ പോയിൻറ്റിലിടുകയാണെങ്കിൽ ഒരു സിംഗിൾ പോയിൻറ്റ് മാത്രമേ ക്യാമറ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ പിന്നെയുള്ളത് സെൻറ്ററിലുള്ള കുറച്ച് പോയിൻറ്റ്സ് സെലക്ട് ചെയ്യാനാണ്. അപ്പോൾ ആ സെൻറ്ററിലുള്ള പോയിൻറ്റ്സിൽ ക്യാമറ ഫോക്കസ് ചെയ്യാൻ നോക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ 3D എന്ന് പറയുമ്പോൾ നമ്മൾ മൂവ് ചെയ്യുന്ന ഒരു ആളെ ഫോക്കസ് ചെയ്ത് അത് AFC അല്ലെങ്കിൽ AFAയിലിടുമ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 3Dയിലിട്ട് കഴിഞ്ഞാൽ ഒരാളെ ഫോക്കസ് ചെയ്ത് അപ്പോൾ അയാൾ മൂവ് ചെയ്യുകയാണെങ്കിൽ ക്യാമറ തന്നെ ഫോക്കസ് പോയിൻറ്റ്സും മാറ്റി അയാൾക്കനുസരിച്ച് ഫോക്കസ് പോയിൻറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്ത് ഇടും. ഓക്കെ, അത്രേ ഉള്ളൂ ഫോക്കസിനെ പറ്റി പറയാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, AFC ഇടുമ്പോൾ നമുക്ക് വ്യൂ ഫൈൻഡറിലൂടെ നോക്കുമ്പോൾ മാത്രമേ AFC ഇടാൻ പറ്റുള്ളൂ. അത് പിന്നെ ഓരോ ക്യാമറയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എൻ്റെ ക്യാമറയിൽ ലൈവ് വ്യൂ ഇട്ട് കഴിഞ്ഞാൽ AFC ഇടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഡയറക്റ്റ് എങ്ങനെയാണ് വ്യത്യാസം വരുന്നതെന്ന് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളത് എടുത്ത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫോക്കസിനെ പറ്റി സംസാരിക്കാൻ. ഇപ്പോൾ നമ്മൾ ഷട്ടർ സ്പീഡ്, അപ്പർച്ചർ, ISOനെ പറ്റി പറഞ്ഞു, അതുപോലെ ഫുൾ മാനുവലിനെ പറ്റി പറഞ്ഞു. അതിൽ ഏറ്റവും ആദ്യം ക്യാമറ എങ്ങനെ വർക്ക് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു. ഇപ്പോൾ ഫോക്കസിനെ പറ്റിയും പറഞ്ഞു. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയി, അതായത് ബേസിക്സ് ആയ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഇതിന് മുകളിൽ അഡീഷണലായിട്ട് കുറേ നോളജ് സമ്പാദിക്കാനുണ്ട്. അതും ഞാൻ ഓരോ വീഡിയോസായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ഇനി മുതൽ എപ്പോഴും ഫോട്ടോ എടുത്ത് പഠിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യുക. ഞാൻ എടുത്ത ഫോട്ടോസ് കാണുന്നുണ്ടെങ്കിൽ അതിൽ ഫോളോ ചെയ്താൽ കാണാം. അത്രേ ഉള്ളൂ. ഇനി